മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുന്ന വയനാട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം. നിർമ്മാണ പ്രവൃത്തികൾ മൂലം ചെളിക്കുളമായ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. MLA ടി സിദ്ദിഖ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. നാളെ ജില്ലാ കളക്ടറുമായി പ്രശ്നപരിഹാരത്തിനായി തുടർ ചർച്ച നടത്താനാണ് തീരുമാനം. ഓട്ടോ വിളിച്ചാൽ വരില്ല, സ്കൂൾ ബസ് വരുന്നില്ല, ഞങ്ങളെന്താ മനുഷ്യന്മാരല്ല, ഞങ്ങൾ ഓട് വിളിച്ചിട്ട് ഇറങ്ങിയാണോ? ടൗൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തികൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തുടരുകയാണ്. ഇതോടെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത ചളിക്കുളമായി. നാട്ടുകാർ അനവധി തവണ പരാതി പറഞ്ഞു, എന്നിട്ടും നടപടികൾ എങ്ങുമെത്തിയില്ല. ഇതാണ് പ്രതിഷേധത്തിന്റെ കാരണം. വളരെ ദയനീയമായിട്ടുള്ള കഥ. ഒരു സുഖമില്ലാത്ത ആളുകളെ കൊണ്ടാൻ പറ്റും, ഒന്നിനും പറ്റുന്നില്ല. ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ തടഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ മക്കളെ സ്കൂളിലേക്ക് വിടാനോ മദ്രസയിലേക്ക് വിടാനോ ഒന്നും പറ്റുന്നില്ല. വണ്ടി വിളിച്ചിട്ട് ഏതൊരു ഓട്ടോ വിളിച്ചാലും ഒരു റേഷൻ വാങ്ങിയിട്ട് വരികയാണെങ്കിലും പിന്നെ മക്കൾ സ്കൂളിട്ട് വരികയാണെങ്കിലും ഒക്കെ വണ്ടി വരുന്നില്ല. ഞങ്ങൾക്ക് ബദൽ റോഡ് അത്യാവശ്യമാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ റോഡ് നിർബന്ധമായിട്ടും ഉണ്ടാക്കി തരണം. ഇവർ പണി തുടങ്ങിയ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. ഒടുവിൽ ടി സിദ്ദിഖ് MLA സ്ഥലത്തെത്തി. നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി. നാളെ നാട്ടുകാരും കളക്ടറും സ്പെഷ്യൽ ഓഫീസറുമായി MLAയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തും. നാളെ ഈ പ്രശ്നം സംസാരിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് നാളെ തന്നെ കൂടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നാളെ നടത്തും. കുടിവെള്ള പ്രശ്നമടക്കമുള്ള വിഷയങ്ങൾ എസ്റ്റേറ്റിൽ നിലനിൽക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.